സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ സ്വാഗതം. ദൈവജനമേ, വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗീയപിതാവിൻ്റെ മഹത്വത്തെ നമുക്ക് ആരാധിക്കാം. നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനും ഉള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം. നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം. സഹോദരങ്ങളെ, ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം. നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം. അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായി നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്ത് എത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമരുളണമേ. ആമേൻ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. കർത്താവേ, ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു, ദാഹിക്കുന്നു. ഞങ്ങൾ വന്ന് നിറയണമേ. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. 103-ാം സങ്കീർത്തനം. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ അന്തരംഗമേ, അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവേ, കർത്താവിനെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിൻ്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല. അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. പിതാവിൻ്റെ മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. എന്തിൽ നിന്നാണ് നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്ന് അറിയുന്നു. നാം വെറും ധൂളിയാണെന്ന് അവിടുന്ന് ഓർമ്മിക്കുന്നു. മനുഷ്യൻ്റെ ജീവിതം പുല്ലുപോലെയാണ്. വയലിലെ പൂ പോലെ അത് വിരിയുന്നു. എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അത് നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിന് കീഴിലാണ്. കർത്താവിൻ്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവീൻ. കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവീൻ. കർത്താവിൻ്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവീൻ. എൻ്റെ ആത്മാവേ, കർത്താവിനെ സ്തുതിക്കുക. ദൈവജനമേ, സങ്കീർത്തനം 103-ാം അധ്യായം ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന ഒരു ആത്മാർത്ഥ സ്തുതിഗീതമാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും ക്ഷമയും അനന്തമായ സ്നേഹവും മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര ആഴത്തിൽ ഇടപെടുന്നു എന്നതിൻ്റെ വളരെ മനോഹരമായ ചിത്രമാണ് ഈ സങ്കീർത്തന ഭാഗം. എൻ്റെ ആത്മാവേ, കർത്താവായ യേശുവിനെ സ്തുതിക്കുക. അവൻ നിനക്ക് ചെയ്ത സകല നന്മകളും മറക്കരുത്. ഈ വാക്യം ദൈവസ്നേഹത്തിൻ്റെ നിറവാണ്. മനുഷ്യരായ നാം പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ശീലമായതിനാൽ അവയെ പാടെ മറക്കാറുണ്ട്. My dear brothers and sisters in Christ Jesus, we often take things for granted, isn't it? പക്ഷേ ദാവീദ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ കാരുണ്യം ദിനം പ്രതി പുതുക്കപ്പെടുന്ന ഒരു മഹത്തായ ദാനം, ഗിഫ്റ്റ് ആണെന്ന്. ഈ സങ്കീർത്തനം രൂപപ്പെടുന്നത് ദാവീദ് തൻ്റെ ജീവിതത്തിലെ ഒരവസരത്തിൽ ദൈവത്തിൻ്റെ മഹത്തായ ക്ഷമ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും എന്ന് പണ്ഡിതന്മാർ കരുതുന്നു. തൻ്റെ പാപങ്ങളും വീഴ്ചകളും ദൈവം എത്ര സ്നേഹത്തോടെ പൊറുത്തു എന്നും അവനെ പുതുക്കി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നും എന്നും ദാവീദ് തിരിച്ചറിയുന്നു. ദൈവം പാപങ്ങളെ ഓർക്കുന്നില്ല. പിതാവ് മക്കളോട് കരുണ കാണിക്കുന്നത് പോലെ
അവൻ കരുണ കാണിക്കുന്നു. ഇതൊരു ദൈവീക ഹൃദയത്തിൻ്റെ പ്രതിഫലനമാണ്. ശിക്ഷയിലല്ല, സ്നേഹത്തിൽ അധിഷ്ഠിതമായ നീതി. ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ സഹോദരങ്ങളെ, ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദേശം വളരെ പ്രസക്തമാണ്. ഒരു വ്യക്തിയായി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ അനവധി അനുഗ്രഹങ്ങൾ, ആരോഗ്യം, ജോലി, കുടിക്കാനുള്ള ജലം, ഭക്ഷണം, ബന്ധങ്ങൾ ദൈവത്തിൻ്റെ കൃപയാണെന്ന് തിരിച്ചറിയുന്നത് ആത്മീയ വിനയത്തിൻ്റെ തുടക്കമാണ്. ഒരു കുടുംബത്തിൽ ഉള്ള വ്യക്തിയായി, ജോലി ചെയ്യുന്ന വ്യക്തിയായി നമ്മുടെ വീടുകളിലൊക്കെ ക്ഷമയുടെയും ദയയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. അധികാരത്താലല്ല, ദയയിലും നീതിയിലും നിന്നുള്ള നേതൃത്വം കാണിക്കുന്നത് ദൈവത്തിൻ്റെ മാതൃകയിലേക്കുള്ള അനുസ്മരണമാണ്. പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തനത്തിൻ്റെ പരിപൂർണത കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിലൂടെയാണ് പ്രകടമായത്. അവൻ പാപികളോട് കാരുണ്യം കാണിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. ക്ഷമയുടെ മാർഗം തന്നെയാണ് കർത്താവ് കാണിച്ചെന്നത്. നിങ്ങളുടെ പിതാവ് ദയാനിധിയായിരിക്കുന്നത് പോലെ നിങ്ങളും ദയാനിധികളായിരിക്കുവിൻ. ലൂക്ക 6:36 എന്ന യേശുവിൻ്റെ വചനങ്ങൾ ഈ സങ്കീർത്തനത്തിൻ്റെ ഹൃദയഭാഗത്തോട് ഒത്തുചേരുന്നു. കർത്താവായ യേശുവിൻ്റെ കുരിശ് മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ നിസ്സീമമായ സ്നേഹത്തിൻ്റെ ഉദാത്തമായ അടയാളമാണ്. സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ സങ്കീർത്തന ഭാഗം നമ്മെ ഓരോരുത്തരെയും ആത്മപരിശോധനയിലേക്ക് വിളിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇനി നോക്കുമ്പോൾ നമ്മുടെ നന്ദി ഓരോ നിമിഷവും അന്തരങ്ങളിൽ നിന്ന് ഉയരണം. മറ്റുള്ളവരോട് ദയ കാണിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ രൂപം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും പഠിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ മനസ്സ് നമ്മുടെ ഉള്ളിൽ രൂപം കൊള്ളുന്നു. അതാണ് യഥാർത്ഥ ആത്മീയ വളർച്ചയുടെ അടയാളം. ഈ സങ്കീർത്തന ഭാഗം നമ്മെ കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനുള്ള ആത്മീയ തയ്യാറെടുപ്പിലേക്കാണ് ക്ഷണിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയോർത്ത് നമുക്ക് ജീവിക്കാം, ദയയും ക്ഷമയും നിറഞ്ഞ ജീവിതം നയിക്കാം. ഇതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനുള്ള ശരിയായ തയ്യാറെടുപ്പ്. നാം ദൈവത്തിൻ്റെ നന്മകൾ മറക്കാതെ സ്തുതിയുടെയും സേവനത്തിൻ്റെയും പാതയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. തിരിച്ചറിയാം, തിരുത്താം, മടങ്ങി വരാം ഇന്ന് തന്നെ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുക്കിലേക്ക്. കർത്താവേ, ഇന്ന് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ നന്ദി പറയുന്നു. ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ. ദൈവവചനം അനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും കൃപയും നൽകണമേ. ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ ജീവനും എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. കർത്താവെ, അവിടുത്തെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നേരത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അവിടുത്തെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അവിടുത്തെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ. യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.